ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ചിത്രം അല്പം കൂടി മാറും. കാരണം കൂടുതൽ വിശാലമായ, കൂടുതൽ ഇടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനം ഈ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ പൊതുവിൽ ഉണ്ടാവും. അത്തരം തെരഞ്ഞെടുപ്പുകളും വികാരങ്ങളും വരും. പക്ഷേ താഴേക്ക് വരുമ്പോൾ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഒപ്പം തന്നെ ബ്ലോക്ക് തലത്തിലും ഒക്കെ വരുമ്പോൾ ചിത്രം മറ്റൊന്നാണ്. അവിടെ തീർത്തും പ്രാദേശികമായ വിഷയങ്ങൾ തന്നെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് രീതികളും നീക്കങ്ങളുമാണ് ഉണ്ടാവുന്നത്. അരുൺ പങ്കുവച്ചത് തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയുടെ പ്രത്യേകതകളാണ്. നോക്കൂ, ഗ്രാമമേഖലകളിലേക്ക് ചെല്ലുമ്പം ആവേശം ഒന്നുകൂടി ഇരട്ടിച്ചു എന്ന് തോന്നും. ആ തരത്തിലുള്ള കാഴ്ചകളാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഈ 7 ജില്ലകളുടെ പൊതുചിത്രമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി അവശേഷിക്കുന്ന ജില്ലകൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ നീളുന്ന ജില്ലകളാണ്. അവിടേക്ക് വരുമ്പോൾ രാഷ്ട്രീയത്തിന് അല്പം കൂടി ഊർജവും പാകതയും കൂടുതൽ അനുഭവപ്പെട്ടു എന്നതാണ് മുൻകാല ചിത്രം. അങ്ങനെയെങ്കിൽ ആ ശക്തി ഒന്നുകൂടി നമുക്ക് ആ മേഖലകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത് ആണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന കാഴ്ചകളും. അരുൺ മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെള്ളറടയിൽ നിന്നാണ് അരുൺ മോഹൻ ചേരുന്നത്. മലയോരത്തിൻ്റെ മറ്റൊരു മേഖലയാണ് തിരുവനന്തപുരത്തിൻ്റെ. അരുൺ, ഈ മലയോര ജില്ലയുടെ ആവേശങ്ങൾ നമ്മൾ പൊതുവിൽ ഈ ദൃശ്യങ്ങൾ കണ്ടുവരികയായിരുന്നു. വെള്ളറട, അവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? മലയോര ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ആവേശം എങ്ങനെ പുരോഗമിക്കുന്നു? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസക്കാലം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ കുട്ടിക്കാലാട്ടം അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന തെക്കൻ മലയോര മേഖലയിൽ ഒരു ഉത്സവ ലഹരി തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് അവരുടെ മത്സര പോരാട്ടങ്ങൾ, അവരുടെ കരുത്ത്, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആർജിച്ചെടുത്ത വിശ്വാസങ്ങളെല്ലാം ഒരു പ്രചരണ സമാപനത്തിന് നാന്ദി കുറിക്കുന്ന ഉത്സവ ലഹരി തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചത് നമുക്ക് എടുത്തു പറയാം. ഒന്നിനൊന്നിന് പോരാട്ടം തന്നെയായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനടുത്ത് സംസ്ഥാനതല വിഷയങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം വിഷയം, ശബരിമല കള്ളക്കടത്ത് തുടങ്ങിയ നിരവധി വിഷയങ്ങളും ഇവിടെ പ്രചരണായുധമാക്കിക്കൊണ്ടായിരുന്നു ഓരോ മുന്നണികളും ഇവിടെ അവരുടെ ഈ പറയുന്ന സമര പോരാട്ടങ്ങളുടെ ഒരു കാഴ്ച ഇവിടെ വച്ചിരുന്നത്. ഒപ്പം ഇത് സംസ്ഥാന അതിർത്തി എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ സംസ്ഥാന അതിർത്തിയാണ് ഈ പറയുന്ന വെള്ളറട എന്ന് പറയുന്ന പ്രദേശം. ഈ വെള്ളറട പ്രദേശത്ത് ഈ പറയുന്ന ജില്ല വിട്ടുപോലും ഒരുപക്ഷെ നമുക്ക് നേരത്തേക്ക് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിർത്തിക്കപ്പുറത്ത് ഇലക്ഷൻ നടന്നിട്ട് വർഷങ്ങളായി. തമിഴ്നാട്ടിലെ ഇലക്ഷൻ നടന്നിട്ട് അപ്പോൾ ഇവിടെ ഒരു ഈ പറയുന്ന കലാശിഷ്ടപ്പെട്ടാണ് അതിർത്തി കടന്നുപോലും പലരും നേരത്തെ സ്ഥാനം പിടിച്ചിരുന്നു. 3 മണി മുതൽ പലയിടത്തും സ്ഥാനം പിടിച്ച് നിന്ന് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇവിടെ നിന്ന് ആവേശത്തോടെയായിരുന്നു ഇത് കാണാൻ കഴിഞ്ഞത്. ഇത് തന്നെയായിരുന്നു ഈ പറയുന്ന കുന്നത്തുകാൽ പറയുന്ന പ്രധാന കേന്ദ്രമായ കുന്നത്തുകാലായാലും പാറശാലയിലായാലും ഒപ്പം ഈ പറയുന്ന നെയ്യാറ്റിങ്കര പട്ടണത്തിലൊക്കെയും ഇത് കാണാൻ കഴിഞ്ഞു. കാട്ടാക്കടയിലും വ്യത്യസ്തമല്ലായിരുന്നു ഇവിടുത്തെ ഈ പറയുന്ന ഒരു സമരം എന്ന് പറയുന്നത്, കലാശക്കൊട്ട് എന്ന് പറയുന്നത് വളരെ ആവേശകരമായ രീതിയിൽ തന്നെയായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ഒപ്പം നെടുമങ്ങാടിൽ ഈ പറയുന്ന അതിഗംഭീരമായ ഒരു കലാശക്കൊട്ട് പോരാട്ടമൊക്കെ തന്നെയായിരുന്നു നിന്നത്. ഈ നിശബ്ദമായ പ്രചരണത്തിന്റെ കാലമാണ് ഇനിയുള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ നിശബ്ദമായ ഒരു പ്രചരണം തന്നെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ സമവാക്യങ്ങൾ വെച്ചും ബന്ധുത്വങ്ങൾ വെച്ചും ഒക്കെ ഇനി വോട്ടുകൾ തങ്ങളുടെ പോക്കറ്റിൽ ഉറപ്പിക്കുക എന്നുള്ളൊരു അജണ്ടയാണ് ഇനിയുള്ള മണിക്കൂറുകളുള്ളത്. അതിലേക്ക് അവർ തിരിഞ്ഞു കഴിഞ്ഞു. പ്രചരണങ്ങൾക്കൊക്കെയും വിരാമം വിട്ടുകൊണ്ട്, പരസ്യ പ്രചരണങ്ങൾക്കൊക്കെയും വിരാമം വിട്ടുകൊണ്ട് നിശബ്ദ പ്രചരണങ്ങളിലേക്ക് വഴിമാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഗ്രാമാന്തരങ്ങളിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഗ്രാമമേഖലയിലെ കാഴ്ചകൾ എങ്ങനെ പുരോഗമിക്കുക. നമുക്ക് വീണ്ടും എറണാകുളം ജില്ലയ്ക്ക് ഒന്ന് മടങ്ങി പോവാം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ നിൽക്കുന്നത് എവിടെയാണ്? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? അവസാനഘട്ട വോട്ടുറപ്പിക്കൽ എന്നുള്ള നിലയിലുള്ള പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പച്ചാളത്ത് തന്നെ ഈ കവലയിൽ തന്നെ പ്രധാന പരിപാടികൾ നടക്കുന്നുണ്ട്. കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ നമുക്ക് മുന്നിലായിട്ട് ഇപ്പോൾ UDF സ്ഥാനാർത്ഥികളും ഈ ജംഗ്ഷനിലേക്ക് അടുക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് ഇനിയൊരു 20-22 മിനിറ്റേ ഉള്ളൂ ഇത് അവസാനിക്കാൻ, കലാശക്കൊട്ട് അവസാനിക്കാനുള്ള സമയമായിട്ടുള്ളത്. ഈ 7 ജില്ലകളിൽ നിന്നാണ് കലാശക്കൊട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള കലാശക്കൊട്ടാണ് ഇവിടെ നടക്കുന്നത്. കോർപ്പറേഷൻ ഡിവിഷനുകളിലേക്കുള്ള കലാശക്കൊട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കവലയിലേക്ക് തന്നെയാണ് എല്ലാ മുന്നണികളും എത്തിച്ചേരുന്നത്. ഒരു 5 മിനിറ്റുള്ളിൽ ഏതാണ്ട് അവർ അടുത്ത് തന്നെയാണ് മറ്റു മുന്നണികളും വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രചാരണ
പരിപാടികളുമായി അവർ മുന്നേറുന്നുണ്ട്. നിലവിൽ എൽഡിഎഫിന്റെ പ്രചാരണ പരിപാടികളുമായി പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ അണികളും അദ്ദേഹമൊക്കെ സ്ഥാനാർത്ഥികളും മറ്റ് സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പല ഭാഗങ്ങളിലായി നിലവിലുള്ള നമ്മൾ പച്ചാളം ഭാഗത്താണ് ശരിക്കും ഈ മറ്റു മുന്നണികളും കൂടി ഇങ്ങോട്ട് ഇപ്പോൾ അധികം താമസിയാതെ തന്നെ എത്തിച്ചേരും. അതാണ് കാഴ്ചകൾ. എന്തായാലും അവിടെ ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ മറ്റൊരു മേഖലയിലാണ്. അവിടെ കൊട്ടിക്കലാശം അതിൻ്റെ ആവേശത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ സമയം 5:40. ഇനി അവശേഷിക്കുന്നത് വെറും 20 മിനിറ്റുകൾ മാത്രമാണ്. അതിനുള്ളിൽ പരസ്യപ്രചരണം, ഈ ശബ്ദം മുഴക്കിയുള്ള പരസ്യപ്രചരണം അവസാനിക്കണം. നാളെ ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു പകൽ ദിനമാണ്. നിശബ്ദ പ്രചരണം നമ്മൾ കാണാറുള്ളതാണ്, പതിവ് കാഴ്ചകൾ. ആളുകൾ സ്ലിപ്പ് കൊടുക്കുക, സ്ഥാനാർത്ഥികൾ ഒരിക്കൽ കൂടി ആളുകളെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കുകളും മറ്റ് തയ്യാറെടുപ്പുകളുമാണ്. പോളിംഗ് ബൂത്തിന് സമീപമുള്ള തയ്യാറെടുപ്പുകൾ, നാളെ കഴിഞ്ഞുള്ള പോളിംഗിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക, ഇതിനുവേണ്ടിയുള്ള മുന്നണികളുടെ നീക്കങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. എന്തായാലും ഈ ആവേശം പോളിംഗ് ബൂത്തിലേക്ക് ഇനി വോട്ടർമാരെ എത്തിക്കുന്നതിലാണ് ഉണ്ടാവേണ്ടത്. പോളിംഗ് ശതമാനം എത്ര കണ്ട് എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അത്തരം നീക്കങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതണം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശം, അതിൻ്റെ തെക്കൻ ജില്ലകളുടെ ആവേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് കേരളം തിരുവനന്തപുരം ജില്ലയിലേക്ക് മടങ്ങി വരുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തീരദേശം പറയാൻ പോകുന്ന രാഷ്ട്രീയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തെ പൊതുവിൽ സ്വീകരിച്ചു എന്ന് തോന്നിപ്പിച്ചതാണ് തീരത്തിൻ്റെ രാഷ്ട്രീയം. ജനവിധി അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തവണ അത് മാറ്റിമറിക്കുമെന്നതാണ് UDFും BJPയും അവകാശപ്പെടുന്നത്. തീരമേഖലകളിൽ തങ്ങളുടെ പരമ്പരാഗത മേഖലയിൽ വോട്ടുറപ്പിക്കാൻ UDFിൻ്റെ തുടക്കം മുതലുള്ള ശ്രമമുണ്ട്. അവിടേക്ക് കടന്നു കയറാനുള്ള BJPയുടെ തന്ത്രവുമുണ്ട്. ഒപ്പം CPM തങ്ങളുടെ ആ നേട്ടം നിലനിർത്താനുള്ള നീക്കങ്ങളുമുണ്ട്. എന്താണ് തിരുവല്ലത്തെ രാഷ്ട്രീയ ചിത്രം? ഡാൻ കുര്യൻ നമ്മളെ പരിചയപ്പെടുത്തും. കലാശക്കൊട്ടിന് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ആവേശം അതിന്റെ പാരമ്യത്തിലാണ്. തിരുവനന്തപുരത്തിന്റെ എല്ലാ തീരമേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തെരുവുകളിൽ ആവേശം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ലത്താണ്. തിരുവല്ലത്ത് BJPയും CPMും BJPയുടെ CPMന്റെയും പ്രവർത്തകർ സ്ഥാനാർത്ഥികൾക്കൊപ്പം നേർക്കുനേർ നിന്ന് ആവേശത്തോടെ മുദ്രാവാക്യം മുഴക്കുകയാണ്. ഒരുപക്ഷെ ഈ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന തരത്തിലേക്ക് അത്രമാത്രം പ്രവർത്തകരുടെ ബാഹുല്യമുണ്ട്. ആ പ്രവർത്തകർ മുഴുവൻ ആ തെരുവിൽ പരസ്പരം നിന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് ഏത് വിധേനയും തിരുവനന്തപുരം